ഹായ് ഓൾ, ക്ലാസ് 8-ലെ ക്യൂരിയോസിറ്റി എന്ന പുതിയ NCERT ബുക്കിലെ ഒരു അടിപൊളി ചാപ്റ്ററാണ് പ്രഷർ, വിൻഡ്, സ്റ്റോം ആൻഡ് സൈക്ലോൺസ്. ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ബോയ്, ആ ബോയ്ക്ക് 2 ബലൂൺ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു ഈ 2 ബലൂണുകൾക്കിടയിലൂടെ ഊതാനും പറഞ്ഞു. ഓക്കെ, 2 ബലൂണിൻ്റെ ഇടയിൽ ബ്ലോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2 ബലൂൺസിനും എന്ത് സംഭവിക്കും? നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ 2 ബലൂൺസും അകന്നു പോകുമെന്നാണ്. പക്ഷേ ചാപ്റ്റർ പഠിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ആ 2 ബലൂണും അടുത്ത് വരും. കാരണം എന്താണ്? കാരണം വെലോസിറ്റിയും പ്രഷറും റിലേഷൻ തന്നെയാണ്, അല്ലേ? വെലോസിറ്റി കൂടിയാൽ പ്രഷർ കുറയും. നമുക്ക് നോക്കാം മക്കളെ. ഇവിടുത്തെ എയറിൻ്റെ വെലോസിറ്റിയും ഇവിടുത്തെ എയറിൻ്റെ വെലോസിറ്റിയും കമ്പയർ ചെയ്യും. എവിടെയാണ് വെലോസിറ്റി കൂടുതൽ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി ഈ ഊതിയ ഭാഗത്ത് വെലോസിറ്റി കൂടുതലാണ്, അല്ലേ? വെലോസിറ്റി കുറഞ്ഞ ഭാഗത്ത് പ്രഷർ എന്താണ്? പ്രഷർ കുറവാണ്. ഇവിടെ വെലോസിറ്റി കുറവാണ്, അവിടെ പ്രഷർ കൂടുതലാണ്. നമുക്കറിയാം പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു പുഷ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ 2 ബലൂണും അടുത്ത് വന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ പ്രഷർ എന്ത് സംഭവിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ഇമേജ് കാണാം. ഇതെന്താണ്? ഇത് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇമേജ് അല്ല, അല്ലേ? നോക്കൂ, എന്താണ് ഈ 2 ഇമേജിൻ്റെയും ഡിഫറൻസ് എങ്കിൽ അങ്ങനെ ചോദിക്കട്ടെ. നോക്കൂ, ഇവിടുത്തെ ചിത്രത്തിൽ ഈ വീടിൻ്റെ റൂഫ് എല്ലാം പറന്നു പോകുന്നുണ്ട്, ഈ റൂഫ് പറന്നു പോകുന്നില്ല. നല്ല ശക്തമായ കാറ്റ് 2 ചിത്രത്തിലും അടിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ വാതിലുകളെല്ലാം ക്ലോസ്ഡ് ആണ്, ഇവിടെ വാതിലുകളെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ വീടിൻ്റെ റൂഫ് പോകാതിരുന്നും ഈ റൂഫ് പറന്നു പോയതും? ബിക്കോസ് പ്രഷർ ഡിഫറൻസ് ആണ്. നോക്കിക്കേ, ഇവിടെ റൂമിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. സോ ഇവിടെ വെലോസിറ്റി ഓഫ് എയർ ക്യാൻ ബി 0, അല്ലേ? മുകളിൽ വെലോസിറ്റി കൂടി, സോ വെലോസിറ്റി ഡിഫറൻസ് വന്നു. വെലോസിറ്റി കൂടി ഇവിടെ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു പുഷിങ് എഫക്റ്റ് ഉണ്ടായി, ഈ റൂഫുകളെല്ലാം പറന്നുപോയി. എന്നാൽ ഈ വീടിൻ്റെ കേസിൽ ഇവിടെ ഡോറുകളെല്ലാം ഓപ്പൺ ആണ്. താഴെ കൂടെയും എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്, മുകളിലും എയർ ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ 2 ഭാഗത്തും ഒരേ വെലോസിറ്റിയാണ് എയർ വരുന്നത്. പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. ആ റൂഫ് സേഫായി ആടുന്നു, അല്ലേ? അടിപൊളി ആപ്ലിക്കേഷൻ അല്ലേ? സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ത് കാണുന്നുണ്ട്? ശക്തമായ സ്പീഡിൽ കടന്നു വരുന്ന ഒരു ട്രെയിൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ യെല്ലോ ലൈൻ ഉണ്ടായിരിക്കും. യെല്ലോ ലൈൻ ക്രോസ് ചെയ്യരുത്. നിങ്ങൾ മെട്രോ ട്രെയിനിലൊക്കെ വരുന്നെങ്കിൽ പ്രത്യേകമായുള്ള ബോർഡുകളും സൈനുകളൊക്കെ അവിടെ ഉണ്ട്. ഒരിക്കലും യെല്ലോ ലൈൻ ക്രോസ് ചെയ്യരുത്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? കാരണം നമുക്കറിയാം ഈ ട്രെയിൻ പോകുന്നത് വളരെ ഹൈ വെലോസിറ്റിയിലാണ്. സോ വളരെ ഹൈ വെലോസിറ്റിയിൽ ട്രെയിൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള എയറിൻ്റെയും വെലോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. സോ വെലോസിറ്റി കൂടിയ ഭാഗത്ത് പ്രഷർ കുറവാണ്. സോ ഒരു ലോ പ്രഷർ ഏരിയയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ലോ പ്രഷർ ഏരിയയിലേക്ക് നിങ്ങളെ വലിച്ചെടുക്കാൻ മാത്രം ശക്തമാണ് അവിടെ പ്രഷർ ഡിഫറൻസ്. സോ സ്റ്റേ സേഫ്. ഈ കോൺസെപ്റ്റ് എല്ലാം കൃത്യമായിട്ട് വയ്ക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.